തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സഭയുടെ പെന്തക്കോസ്തി പെരുന്നാളിൻ്റെ ദിവസങ്ങളാണല്ലോ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്ന സമയമാണ് ഈ പെന്തക്കോസ്തി പെരുന്നാൾ. മാതാവും ശിഷ്യന്മാരും സെഹിയോനൂട്ടുശാലയിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് സമൃദ്ധമായി നൽകിയ സമയം. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? യേശു പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകനായ ആത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. അവൻ വരുമ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ശിഷ്യന്മാർക്ക് 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം നടന്നിട്ട് ഇതൊന്നും കാര്യമായി മനസ്സിലായില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു അവരോടൊപ്പം ജീവിച്ച് 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞ വാക്കാണ് ജെറുസലേം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുന്നവരെ ജെറുസലേമിലിരിക്കണം. എന്താണ് ഈ ജെറുസലേം വിട്ടു പോകരുത് എന്ന് പറയുവാൻ കാരണം? പലപ്പോഴും പലരും പറഞ്ഞു കേട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടാകാം. എങ്കിൽ എനിക്ക് തോന്നുന്നത് ജെറുസലേം യഹൂദൻ്റെ ആദ്യത്തെ ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ ആരാധനയാണ് നടക്കുക. ഏതൊരു ദേവാലയത്തിൽ നടക്കേണ്ടത് ആരാധനയാണ്. ആരാധന വിട്ട് നിങ്ങൾ പോകരുത് എന്നല്ലേ യേശു പറഞ്ഞത്. എവിടെയാണ് പരിശുദ്ധാത്മ വരിക? മനുഷ്യൻ എവിടെ ആരാധിക്കുന്നുവോ അവിടേക്കാണ് പരിശുദ്ധാത്മ ഇറങ്ങി വരിക. നമ്മൾക്ക് തോന്നാം, എന്തുകൊണ്ടാണ് ദൈവം എന്നെ ആരാധിക്കണം, എന്നെ മാത്രം ആരാധിക്കണം, എന്നെ ആരാധിക്കാവൂ എന്ന് പറയുന്നത്? സ്വാഭാവികമായി നമുക്ക് തോന്നാം അതൊരു സ്വാർത്ഥതയല്ലേ എന്ന്. എന്നാൽ സങ്കീർത്തനം 22:5 മുതൽ വാക്യങ്ങൾ പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനെ, എവിടെ നീ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നുവോ, എവിടെ നീ ആരാധനാ കീർത്തനങ്ങൾ ആലപിക്കുന്നുവോ, എവിടെ നിൻ്റെ നാവ്, നിൻ്റെ ഹൃദയം ഒരു സിംഹാസനമാക്കി, സ്തുതിയുടെ സിംഹാസനമാക്കി മാറ്റുന്നുവോ, അവിടേക്ക് ഇറങ്ങി വന്ന് കർത്താവ് അവിടെ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരാധന എവിടെയുണ്ടോ അവിടെയാണ് കർത്താവ് വസിക്കുക. എവിടെ ആരാധിക്കപ്പെടുന്നുവോ അവിടെയാണ് വസിക്കുക. യെരുശലേം ദേവാലയമായതുകൊണ്ട്, നീ ദൈവത്തിൻ്റെ ആലയമായതുകൊണ്ട് തന്നെ നീ ആരാധിക്കുവാൻ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ ദൈവം വസിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് കാണാം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷിയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാറുണ്ട്. സാധാരണ അങ്ങനെയാണ്. അത് പ്രാവാണ്, മറ്റാരുമല്ല. എങ്കിൽ എന്തുകൊണ്ട് പ്രാവ് വന്നു? സ്വാഭാവികമായി നാം പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാവ് നിഷ്കളങ്കമായ പക്ഷിയാണ്. എന്നാൽ എൻ്റെ ചോദ്യം, ഈ മൈന ഒരു നിഷ്കളങ്ക പക്ഷിയല്ലേ? അല്ലെങ്കിൽ മയിൽ ഒരു നിഷ്കളങ്ക പക്ഷിയല്ലേ? തത്ത ഒരു നിഷ്കളങ്ക പക്ഷിയല്ലേ? പക്ഷെ അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, കൂടുണ്ടാക്കാൻ അറിയാത്ത പക്ഷിയാണ് പ്രാവ്. നിങ്ങൾ ഏതൊരു പ്രാവിനെ ശ്രദ്ധിച്ചാലും കാണുവാൻ കഴിയും, പ്രാവ് കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ട് അടയിരിക്കാറില്ല. മറിച്ച് ഏതെങ്കിലും ഒരു സ്ഥലം ഒരുക്കി കൊടുത്താൽ, അതൊരു പക്ഷേ സ്കൂളിൻ്റെ മുകളിലാകാം, അല്ലെങ്കിൽ പള്ളിയുടെ മുകളിലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളാകാം, കൂടുണ്ടാക്കുന്ന സ്ഥലത്തായിരിക്കാം. അവിടെ പറന്നു വന്ന് ചെറിയ ചുള്ളിക്കമ്പുകൾ വെച്ച് അവിടെ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പക്ഷിയാണ് പ്രാവ്. അതായത് നീ എവിടെ സ്ഥലം ഒരുക്കി കൊടുക്കുന്നുവോ അവിടേക്കാണ് പരിശുദ്ധാത്മ വരുക. നിൻ്റെ ഹൃദയം നീ ഒരുക്കി കൊടുക്കുന്നുവെങ്കിൽ അതിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവരാണ് പരിശുദ്ധാത്മാവ്. ഒരുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, എൻ്റെ ഹൃദയത്തിലെ എല്ലാ തിന്മകളും എന്നിൽ വന്നതാണ്, ഞാൻ സ്വയം സ്വീകരിച്ചതാണ്. ഈ ലോകത്തിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളാൽ ഞാൻ സ്വീകരിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളെ എൻ്റെ ഹൃദയം കലുഷിതമായി കിടക്കുന്നുവെങ്കിൽ ആ ഹൃദയത്തിൽ നിന്നെല്ലാം എടുത്തു മാറ്റി നിർമ്മല ഹൃദയമാക്കി മാറ്റുമ്പോൾ, അതിന് ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടേക്ക് ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന
പഴയ നിയമ പുസ്തകത്തിൽ എല്ലാവരും ശക്തരായി മാറിയിട്ടുണ്ട്. എല്ലാവരും ശക്തരായി മാറിയിട്ടുണ്ട്. 1 ശമൂവേൽ എൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യങ്ങളിലേക്ക് കിടക്കുമ്പോഴെല്ലാം ഇത് വളരെ സ്പഷ്ടമായി കാണുവാൻ കഴിയുന്നതാണ്. ഓരോ വ്യക്തിയിലേക്കും ദൈവാത്മാവ് പകരുമ്പോൾ അവൻ പുതിയ മനുഷ്യനായി മാറുകയാണ്. അതുവരെ അവനുണ്ടായിരുന്ന എല്ലാ പഴയ സംഭവങ്ങളെയും എടുത്തു മാറ്റിയിട്ട് ഒരു പുതുക്കത്തിൻ്റെ രൂപം, അത് ശാരീരികമായി, മാനസികമായി, ആത്മീയമായ എല്ലാ തലങ്ങളിലും ഈ പുതുക്കം കാണുവാൻ കഴിയും. അവൻ്റെ ചിന്ത മാറുന്നു, ഭാവന മാറുന്നു, ദർശനങ്ങൾ മാറുന്നു, സ്പർശനം മാറുന്നു. എല്ലാ തലങ്ങളിലും അവൻ പുതിയ മാറ്റം സൃഷ്ടിക്കുകയാണ്. അവനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ പുതിയ മനുഷ്യനായി മാറുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. അത് ശിംശോനിൽ, സാംസണിൽ കാണുവാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്ന ശിംശോൻ ഒരു മുന്തിരിത്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, രാവിലെ വളരെ മനോഹരമായി ഒരു മോർണിംഗ് വാക്ക് നടത്തി സാംസൺ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ സാംസൺ നോക്കിയപ്പോൾ ഒരു ബാലസിംഹം പതിയിരിക്കുകയാണ്. സിംഹത്തിന് ഇരകിട്ടാതെ പതിയിരിക്കുന്ന ബാലസിംഹത്തെ സാംസൺ ഒന്നേ നോക്കിയുള്ളൂ. സാംസന് മനസ്സിലായി, ഈ സിംഹം അടുത്ത നിമിഷം എൻ്റെ മേൽ ചാടി വീഴുമെന്ന് സാംസൺ അറിയാം. സാംസൺ ആ സിംഹത്തെ സൂക്ഷിച്ച് നോക്കുന്ന അതേ സെക്കൻഡിൽ ഈ സിംഹം സാംസൻ്റെ മേൽ ചാടി വീഴുകയാണ്. സാംസൺ ഒന്നേ വിളിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ യഹോവയാം ദൈവമേ. ദൈവം പരിശുദ്ധാത്മാവിനെ സാംസണിലേക്ക് അയച്ചപ്പോൾ ശിംശോൻ ശക്തി പ്രാപിച്ചെന്ന് മാത്രമല്ല, ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ തൻ്റെ കൈകളിലേക്ക് വരുന്നത് പോലെ ആ സിംഹത്തെ സ്വീകരിച്ച് അതിനെ കീറിക്കളഞ്ഞു എന്നാണ് പറയാം. പുതുശക്തി പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ കൊടുക്കുന്നുവെങ്കിൽ നീ പുതുശക്തി പ്രാപിച്ച് മുന്നേറുക ചെയ്യും. അതിന് ആ പുതുശക്തി പ്രാപിക്കുവാൻ നീ യെരൂശലേമിൽ തന്നെ ഇരിക്കണം, നീ ആരാധനയോടൊപ്പം ഇരിക്കണം, ആരാധനയോട് ചേർന്നിരിക്കണം, ആരാധനയിൽ ശക്തി പ്രാപിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ തലം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് അത് വ്യക്തമായി മനസ്സിലായില്ല. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഇത് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. അതൊന്നും മനസ്സിലാകാതെ വന്നപ്പോൾ ഇത്രയും കാര്യം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു കാര്യങ്ങൾ പറയുമ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവേ, എന്നാണ് നീ യെരൂശലേമിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുക? അവിടെ അവരുടെ ചോദ്യം ഒരു ഭൗതികമാണ്. നമ്മൾക്കറിയാം, ധ്യാനം കൂടിയാലും വചനം ശ്രദ്ധിച്ചാലും വചനം പറഞ്ഞാലും മനുഷ്യൻ്റെ ചിന്ത എപ്പോഴും ഭൗതിക കാര്യങ്ങളിലേക്കാണ്. ഓരോ പുതിയ ധ്യാനം കൂടുമ്പോഴും അവർക്ക് പുതിയതായ ചില ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെ സാധിച്ചു കിട്ടുവാൻ അത് ഭൗതികമാണ്. സാധിച്ചു കിട്ടുവാൻ വേണ്ടിയാണ് പലപ്പോഴും പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കിത് മനസ്സിലാവുന്ന കാര്യമാണ്. ഓരോ ധ്യാനം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ കൺവെൻഷൻ കൂടുമ്പോഴും പുതിയ കാര്യങ്ങളെ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെ ചോദിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ അതേ ചോദ്യം ശിഷ്യന്മാർ കൊണ്ട് ചോദിച്ചാണ്, എന്നാണ് നീ യെരൂശലേമിന് രാജ്യം സ്ഥാപിച്ചു തരിക എന്നുള്ള ചോദ്യം. കർത്താവിനത് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ കിടക്കുന്ന ഈ ചോദ്യം കർത്താവിന് മനസ്സിലായപ്പോൾ കർത്താവ് പറയുക, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശക്തി പ്രാപിക്കണമെന്നുള്ളത്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ 10 ദിവസം ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ച്, മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് ലഭിച്ചു കഴിയുമ്പോൾ കാണുന്നത്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് കൊടുത്ത പരിശുദ്ധാത്മാവിനെ പുതിയ നിയമത്തിലെ സാധാരണ ജനങ്ങളിലേക്ക് കർത്താവായ യേശു ക്രിസ്തു എത്തിക്കുകയാണ്. ആ ശക്തി പ്രാപിച്ചപ്പോൾ അതുവരെ കണ്ട ശിഷ്യന്മാരെയല്ല പിന്നെ കണ്ടത്. അതുവരെ കണ്ട ശിഷ്യന്മാർ എല്ലാ കാര്യങ്ങളിലും ഭയവും ഉത്കണ്ഠയും നിരാശയും ആകുലതയും മാത്രമായിരുന്നു എങ്കിൽ, ഇവിടെ പിന്നെ കാണുന്നത് ഭയമെന്തെന്നവർക്കറിയില്ല, ഉത്കണ്ഠ അവർക്കുണ്ടായിട്ടില്ല, ആകുലത അവരെ തൊട്ടു തീണ്ടിയിട്ടില്ല. മറിച്ച് അവർ ശക്തരായി മുൻപോട്ട് നയിക്കപ്പെടുകയാണ്. പിന്നെ അവർ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് അതിവേഗം മുൻപോട്ട് പോവുകയാണ്. പിന്നെ അവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, ഭൗതിക ചിന്ത അവർക്കില്ല. മറിച്ച് ദൈവം പരിശുദ്ധാത്മാവ് എന്തു പറയുന്നുവോ അത് അതേപോലെ തന്നെ പ്രവർത്തിക്കുക. പരിശുദ്ധാത്മാവ് എന്തു സംസാരിക്കുന്നുവോ അത് കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന ശിഷ്യന്മാരെ കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് പറയുവാൻ കാതോർത്തിരിക്കുമ്പോൾ അത് എത്ര പ്രശ്നമുള്ള കാര്യമാണെങ്കിലും ഒപ്പം നടക്കുന്ന സഹായകൻ
ഈ സഹായകൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എല്ലാ കാര്യത്തിലും സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു പുഴ നീന്തിക്കടക്കുന്നുവെങ്കിൽ എൻ്റെ ശരീരമാണ് പുഴ നീന്തിക്കടക്കുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണം. എന്നാൽ എൻ്റെ ശരീരത്തിന് തളർച്ച ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നിലൂടെ ചലിക്കുകയാണ്. അപ്പോൾ എനിക്ക് എത്ര ദൂരം നീന്തുവാനും അല്ലെങ്കിൽ എത്ര ദൂരം നടക്കുവാനും ഏത് മല താണ്ടിക്കയറുവാനും എങ്ങനെയെല്ലാം ചെയ്യുവാനും ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് തികച്ചും ഒരു വ്യക്തിയാണ്. ഞാൻ വ്യക്തി എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളും ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ, ഒരു കൂട്ടുകാരനുമായി ഷെയർ ചെയ്യുന്ന പോലെ പരിശുദ്ധാത്മാവിനോട് കൃത്യമായി പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ സമയവും എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അതിന് കൃത്യമായ പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരികയും എന്നോടൊപ്പം ചലിക്കുകയും ചെയ്യും. ഞാൻ എവിടെ പോയാലും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. എവിടെ പോയാലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നിശ്ചയമായി ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഈ പെന്തക്കോസ്ത ദിനം ആഗതമായപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവരിലേക്ക് വന്നപ്പോൾ അവരിൽ സംഭവിച്ചത് അഗ്നിനാവ് പോലെ ഒരു അഗ്നിഗോളം ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അതൊരു തോന്നലായിരുന്നില്ല, ഒരു തോന്നലല്ല. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന പോലും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നു എന്നെൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഒരു വിശ്വസിച്ച് ഒരു തോന്നലായി മാറുന്ന സംഭവമാണ്. എന്നാൽ എൻ്റെ ദേഹത്തേക്ക് അല്പം ജലം ചാടുമ്പോൾ ഒരു അഗ്നിക്കട്ട എൻ്റെ ദേഹത്ത് സ്പർശിക്കുമ്പോൾ അതിൻ്റെ തോന്നലല്ല, ഒരു അനുഭവമാണ്. എനിക്ക് കൃത്യമായിട്ടറിയാം. ജലം വീഴുമ്പോൾ ഒരു തണുപ്പെനിക്കുണ്ടാവുന്ന പോലെ, അഗ്നി എന്നിൽ വീഴുമ്പോൾ എനിക്കൊരു ചൂടുണ്ടാവുന്ന പോലെ ഈ ചൂട് പകരുകയാണ് അവരിലേക്ക് ചെയ്തത്. അഗ്നിഗോളം അവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന്, ഈ അഗ്നിഗോളം അവരുടെ നാവിലേക്ക് ഇറങ്ങി വന്ന് നാവ് അഗ്നിയായി മാറിയെന്നാണ് പറയാം. അപ്പോൾ അത് ഒരനുഭവമാണ്, ഒരു വിശ്വാസം പോലുമല്ല എന്ന് പറയാം. അല്ലെങ്കിൽ അത് ശ്രേഷ്ഠതരമായ നേരിട്ട് അനുഭവിക്കുന്ന ഒരു അനുഭവമായി രൂപാന്തരപ്പെടുകയാണ്. അപ്പോഴവർ ശക്തി പ്രാപിച്ചു. അടുത്ത കാര്യം, ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ സാധാരണ ജനം ചിന്തിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ നമ്മൾ പരിശുദ്ധിയുടെ പരമപദം കയറണമെന്നാണ്. ഒരിക്കലുമില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ആർക്കാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുക? ആരിലാണ് പരിശുദ്ധാത്മുള്ളത്? വിശുദ്ധിയുടെ പടി താണ്ടിക്കയറുമ്പോഴല്ല പരിശുദ്ധാത്മാവ് ലഭിക്കുക, മറിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പെന്തക്കോസ്താ ദിനത്തിൽ അവിടെ കൂടിയിരുന്ന മുഴുവൻ ജനങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നപ്പോൾ അവിടെയുള്ളവർ മുഴുവൻ വിശുദ്ധരായിരുന്നില്ല. അവിടെ കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാരും മറ്റുള്ളവരും ഉണ്ടായിരുന്നു, പല ദിക്കിൽ നിന്ന് വന്നവർ. അവർ യേശുവിനെ സ്വീകരിച്ചവർ പോലും ആയിരിക്കണമെന്നില്ല, യേശുവിനെ അറിഞ്ഞവർ പോലും ആയിരിക്കണമെന്നില്ല. പക്ഷേ അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് തീരുമാനിക്കുക ഞാൻ ആരിലേക്കെല്ലാം ഇതിനെ പകരണമെന്ന്. ആ തീരുമാനം എവിടെ നിന്നുണ്ടാകുമെന്ന് ചോദിച്ചാൽ ആഗ്രഹത്തിൽ നിന്നാണ്. ആ വ്യക്തികളിൽ ആഗ്രഹമുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് വിശുദ്ധിയുടെ പടവുകൾ താണ്ടിക്കയറണമെന്നില്ല എന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിന്നിൽ പരിശുദ്ധാത്മാവ് വരണമെന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിനക്ക് കാലഘട്ടങ്ങളൊന്നും വേണ്ട. ഇതിന് നിൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ കർത്താവേ നിൻ്റെ ആത്മാവിനെ എന്നിലേക്കൊന്ന് പകരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിൻ്റെ ആഗ്രഹം മാനിച്ചിട്ട് നീ വിശുദ്ധനാണെങ്കിലും അല്ലെങ്കിലും വിശുദ്ധിയിലാണെങ്കിലും അല്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ പകരും. പക്ഷെ മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് പകരുമ്പോൾ നീ പിന്നെ വിശുദ്ധിയിൽ മാത്രമേ ജീവിക്കൂ എന്നുള്ളതാണ്. അശുദ്ധിയിലേക്ക് പോകുവാൻ ആത്മാവ് ഒരിക്കലും നമ്മളെ അനുവദിക്കില്ല. അവൻ നമ്മളെ എല്ലാ കാര്യങ്ങളും സഹായിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവനെന്നും വിശുദ്ധിയിലൂടെ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം ഇന്നും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയുന്നുവെങ്കിൽ ഭൗതിക കാര്യങ്ങളെ വേണ്ട എന്നല്ല അച്ഛൻ പറയുന്നത്, മറിച്ച് നീ പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. ഈ പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിച്ചത് വിശുദ്ധ മാമോദീസയിലൂടെയാണ്. അന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിനെ
നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. ഇതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളതിനെ ഉജ്ജ്വലിപ്പിക്കണം. പ്രാർത്ഥനയിലൂടെ, സ്തുതി കീർത്തനങ്ങളിലൂടെ, വിശുദ്ധ ബലിയിലൂടെ എല്ലാം ഇതിനെ നിങ്ങൾ വളർത്തിയെടുക്കണം. പരിശുദ്ധാത്മാവിനെ വളർത്തിയെടുക്കേണ്ട കടമ നമ്മൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന് എല്ലാ സമയങ്ങളിലും, എല്ലാ ദിവസങ്ങളിലും എന്നല്ല, എല്ലാ സമയങ്ങളിലും ആത്മാവിൻ്റെ നിറവിൽ മുൻപോട്ട് പോകുവാൻ, ആത്മചൈതന്യം കൊണ്ട് നിറഞ്ഞ് മുൻപോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ കാണുവാൻ കഴിയും, ഞാനൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. ആദ്യം പറഞ്ഞ പോലെ എൻ്റെ കാഴ്ചയിലും, എൻ്റെ കേൾവിയിലും, എൻ്റെ ചിന്തയിലും, എൻ്റെ നടത്തത്തിലും, ശരീരത്തിലും, മനസ്സിലും, ആത്മാവിലുമെല്ലാം പുതുമ സൃഷ്ടിച്ച് പുതിയതായി മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ അവർ പറയും, ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പ്രിയമുള്ളവരെ, അതെ, ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ടാകണം. ഈ വ്യക്തിയിൽ ഒരു പ്രത്യേകത കൈവരണം. വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയും. പരിശുദ്ധാത്മ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളുമുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ ഫലങ്ങൾ ഉണ്ടാകണമെന്നാണ്. ദാനങ്ങളും വരങ്ങളും ലഭിക്കുന്നതാണ്. ഫലങ്ങൾ എന്നിൽ നിന്ന് വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒറ്റ ഫലം മതി നമ്മളിൽ, സ്നേഹമെന്ന ഫലം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്ത, ഇന്ദ്രിയജയം. അതിൽ ആദ്യത്തെ ഫലമായ സ്നേഹമെന്നിലുണ്ട് എങ്കിൽ കാണുവാൻ കഴിയും, സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ സമാധാനമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ദീർഘക്ഷമയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ഇന്ദ്രിയജയമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആത്യന്തികമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലം മാത്രം എന്നിൽ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയും സ്നേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾ ഉണ്ടാകുന്നു. ഈ ഫലമുണ്ടാകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നമ്മൾ പിന്നെ വെറുതെ ഇരിക്കില്ല, പ്രവൃത്തിയിലേക്ക്. ഞാനൊരു ചെറിയ കാര്യം, ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഒരിക്കൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായി വന്നപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ, തൊട്ടടുത്ത കോളനിയിൽ ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് പ്ലാസൻ്റ് റിമൂവ് ആയില്ല, നമ്മൾക്ക് അവരെ ആശുപത്രിയിൽ എത്തിക്കണം. അപ്പം തന്നെ ഞാനും അദ്ദേഹം കൂടെ പോയി അവരെ കണ്ടെത്തി. ഒരു ചെറിയ കുടിലിൽ ഒരു സ്ത്രീ പ്രസവിച്ച് വയറൊക്കെ വീർത്ത് കിടക്കുന്ന വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിവരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം. സാധാരണ ആദിവാസികളായതുകൊണ്ട് അവർക്കിത് മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല, അവർ ശ്രദ്ധിക്കാറേയില്ല. ഞങ്ങൾ അവരോട് ചോദിച്ചു, ഞങ്ങളിവരെ കൊണ്ടുപോയിക്കോട്ടെ, കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ സ്ത്രീ പ്രസവിച്ച ചെറിയ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ എടുക്കുവാൻ പോലും ആരുമില്ല. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ആ കുഞ്ഞിനെയും കൊണ്ട് പോരുന്നു. അതിന് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീയെ ഞങ്ങളൊരു 2 കിലോമീറ്ററോളം, 1.5-2 കിലോമീറ്റർ എടുക്കണം, അപ്പോഴേ വണ്ടിയുള്ള സ്ഥലത്തെത്തും. ഞാൻ പറഞ്ഞു, നമുക്ക് മാറി എടുക്കാം, വലിയ വെയിറ്റൊന്നുമില്ല. അങ്ങനെ ഈ സ്ത്രീയെ തോളിലേറ്റി മുൻപോട്ട് കൊണ്ടുപോയി ഒരു 2 കിലോമീറ്ററിന് അടുക്കിലെത്തിയപ്പോഴേക്കും ഒരു വണ്ടി വന്നു. അതൊരു ഫോറസ്റ്റുകാരുടെ വണ്ടിയാണ്. ഞങ്ങൾക്കൊരു സമാധാനമായി, കാരണം ഇനി അതിനകത്ത് കയറ്റാമല്ലോ. അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പക്ഷേ അവർ പറഞ്ഞു, നിങ്ങളും കൂടെ വരണം. ഞങ്ങളങ്ങനെ അടുത്ത താലൂക്ക് ആശുപത്രി, നിലമ്പൂർ എന്ന താലൂക്ക് ആശുപത്രിയിലെത്തി. അവിടെ എത്തിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾക്ക് ആശ്രയം ഈ ഫോറസ്റ്റുകാരുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവരെ അന്വേഷിച്ച് വന്നപ്പോൾ അവർ തന്ത്രപരമായി മുങ്ങി. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അവരിത് അറിഞ്ഞിരുന്നു മുങ്ങിയതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, അച്ഛാ, നമ്മളിനി എന്ത് ചെയ്യും? സത്യമായി പറഞ്ഞാൽ എൻ്റെ കയ്യിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. ഞങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ട് തൊട്ടടുത്ത് നിന്ന ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുണ്ടാവും, എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ, മോനെ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാനൊരു വണ്ടി കൊണ്ടുവന്നുണ്ട്, എൻ്റെ ഒരു വണ്ടിയുണ്ട്, ഞാൻ കൊണ്ടുതരാം. ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ മനുഷ്യനും ഞങ്ങളും ചേർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവർ രക്ഷ പ്രാപിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ആ സംഭവമല്ല. ഇന്ന് ഈ സംഭവം നടന്നിട്ട്
ഒരു 28 വർഷം കഴിഞ്ഞു. 28 വർഷമായപ്പോൾ ആ കുഞ്ഞ്, അന്ന് രക്ഷിച്ച ആ സ്ത്രീയും ആ കുഞ്ഞും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പിന്നെ പലപ്പോഴും ഇവരെ കാണാറില്ല ഒരിക്കലും. ഞാൻ എൻ്റെ ഇടവകയിലേക്ക് പോകുന്നത് കാണാറില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ അവർ യേശുവിനെ സ്വീകരിച്ച് മാമോസം മുങ്ങിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനയും നഷ്ടമാവില്ലെന്ന് എനിക്ക് മനസ്സിലായ സമയം. ഒരാളും പറഞ്ഞില്ല അവരോട് മാമോദിസ മുങ്ങണമെന്ന്, ഒരാളും പറഞ്ഞില്ല യേശുവിനെ സ്വീകരിക്കണമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനെ കൃത്യമായി ദൈവം അന്ന് തന്നെ അവരിൽ പകർന്നിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കുക മാത്രമല്ല, ഫലങ്ങളിൽ നിറഞ്ഞ് മുൻപോട്ട് പോകുന്ന ഒരു ജനതയെ കാണാൻ കഴിയും. ഇതാണ് ക്രിസ്തീയത, ഇതാകണം ക്രിസ്തീയത. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചോദിച്ച് മുൻപോട്ട് പോകുന്നതല്ല ക്രിസ്തീയത. മറിച്ച് ഞാനൊരു വ്യക്തിയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് എന്തു കൊടുക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്, എന്തു വാങ്ങാം എന്നല്ല ചിന്തിക്കേണ്ടത്. എല്ലാവരും ചിന്തിക്കുന്നത് എന്ത് കിട്ടുമെന്നാണ്. എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചല്ല നീ ഒരു വ്യക്തിയിലേക്ക് ചെല്ലേണ്ടത്, എന്തു കൊടുക്കാമെന്ന് ചിന്തിച്ചാണ്. അതുകൊണ്ട് ദൈവാത്മാവിനെ പകർന്നാൽ അവന് ഒറ്റ ചിന്തയുള്ളൂ, എനിക്ക് എന്ത്, എത്രമാത്രം, എപ്പോഴെല്ലാം കൊടുക്കുവാൻ കഴിയും. പിന്നെ ആ ജീവിതത്തിന് വിശ്രമമില്ല എന്നുള്ളതാണ്. ഈ ശിഷ്യന്മാർ എല്ലാം തന്നെ അപ്പോസ്തലപ്രവർത്തനം 1, 2, 3, 4, 5, 6, 7 അധ്യായങ്ങൾ എടുത്താൽ കാണാൻ കഴിയും. പിന്നെ അവർക്ക് വിശ്രമമില്ല, കാരണം ദൈവാത്മാവിനോടൊപ്പമുള്ള ചലനമാണ്. പിന്നെ അവർ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്. പ്രിയപ്പെട്ടവർ ഓർക്കുക, ദൈവം തന്നെ വിളിച്ചത് ദൈവാത്മാവിനെ സ്വീകരിച്ച് അത് മറ്റുള്ളവന് കൊടുക്കുവാൻ വേണ്ടിയാണ്. നീ എത്ര കൊടുക്കുന്നുവോ അത്രയും വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കും. നീ എത്ര പിടിച്ചു വയ്ക്കുന്നുവോ അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഏതു തലവും അങ്ങനെയാണ്. ആത്മീയമാകാം, ഭൗതികമാകാം, മാനസികമാകാം, എല്ലാ തലങ്ങളും. എപ്പോഴും നീ കൊടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലേക്ക് സമൃദ്ധമായി വർഷിച്ചുകൊണ്ടേയിരിക്കും. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിലുണ്ടാകുവാൻ വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരുക്കത്തോടെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിൻ്റെ ഹൃദയം നീ ഒരുക്കി കൊടുക്കുന്നുവെങ്കിൽ അവിടെ വന്ന് അടയിരുന്ന് അല്ലെങ്കിൽ ചൂട് നൽകി നിന്നെ ശക്തിപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഓർക്ക് പ്രിയപ്പെട്ടവരെ, നീ പരിശുദ്ധാത്മാവിൻ്റെ ചൂട് ലഭിച്ച് ഒപ്പം നിൽക്കുവാൻ എല്ലാ സമയവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, സഹായകനായതുകൊണ്ട് നിൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള സകല വിഷയങ്ങളെയും പരിശുദ്ധാത്മാവിന് കൊടുത്ത് നീ സംസാരിച്ചു കൊണ്ടിരിക്കണം. സാധാ നമുക്ക് തോന്നാം, ഒരു ചെറിയ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ടൗണിലേക്ക് നടന്നു പോവുകയാണെന്ന് സങ്കല്പിക്കുക. ടൗൺ തൊട്ടടുത്താണ്. എന്തിനാണ് പരിശുദ്ധാത്മാവോട് പറയുക? പക്ഷേ നീ പറഞ്ഞു നോക്ക്, പരിശുദ്ധാത്മാവെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ആ പോകുന്ന വഴിയിൽ അനവധി കാര്യങ്ങൾ നിന്നിലേക്ക് പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങളെ, സന്ദേശങ്ങളെ തന്ന്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന്, പുതിയ ബോധ്യങ്ങൾ തന്ന്, ജ്ഞാനം തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ഒരു നിമിഷം പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കർത്താവാദികമേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൊടിയോളം താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവെ, അടിയങ്ങളൊന്നുമല്ല, ഏഴകളാണ്, പുഴുക്കളാണ്, പൊടികളാണ് കർത്താവെ. നിങ്ങൾ കർത്താവെ, സ്വർഗത്തിലെ വാഗ്ദാനമായ ആത്മാവിനെ നീ ശിക്ഷർക്ക് അയച്ചു കൊടുത്തതുപോലെ കർത്താവെ, അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവെ, അടിയങ്ങളുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് ആത്മാവിനെ ശക്തിയായി പകരണം യേശുവേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒന്ന് നിറഞ്ഞു മുൻപോട്ട് പോകാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു കർത്താവേ. ദൈവം തമ്പുരാനെ അങ്ങ് ഞങ്ങൾ അതിനുവേണ്ടി സഹായിക്കണം. ദൈവശക്തിയാൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അനുനിമിഷം നിറച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന് ചോദിച്ച് മുൻപോട്ട് പോകാൻ കൃപ തരണം കർത്താവേ. ഒന്നും ഞങ്ങളുടെ നേട്ടമോ കഴിവോ അല്ല. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഇഷ്ടമുള്ളപ്പോൾ വീശുമെന്ന് അങ്ങ് പറഞ്ഞോളൂ കർത്താവേ.
ആ കാറ്റിനെ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനെ, റൂഹായെ ഞങ്ങളിലേക്കായി സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനയും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വഴി അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനാൽ തന്നെ. ആമേൻ.